ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പത്രമാറ്റ് സീരിയലിൽ എല്ലാവരും കാത്തിരുന്ന വരാൻ പോകുന്ന കിടിലൻ ടെസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലെ സമാധാനം കളഞ്ഞ് ആ അദൃശ്യ ശത്രു ആരാണെന്ന് വൈകാതെ തന്നെ എല്ലാവരും അറിയുകയാണ് കേട്ടോ. ഗ്രീനയെ നന്ദു പൊക്കിയതോടെ ശത്രുക്കളുടെ എല്ലാ പ്ലാനുകളും പാളിപ്പോയെന്ന് വേണം പറയാൻ. ആരെയും ഞെട്ടിക്കുന്ന പല സത്യങ്ങളുമാണ് ഗ്രീനയുടെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. ആദർശിനെയും കുടുംബത്തെയും പിന്നിൽ നിന്ന് കുത്തിയ ആ അദൃശ്യ ശത്രുവിനെ പൂട്ട് ചതിയുടെ കോട്ടകൾ ഓരോന്നായി തകർന്നടിയുന്നതും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന വലിയ സത്യം ഒടുവിൽ പുറത്തു വരികയാണ്. ജ്വല്ലറിയുടെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ നാഗേന്ദ്രന്റേതാണെന്ന് കിരണും കല്യാണിയും തിരിച്ചറിയുകയാണ്. വൈകാതെ തന്നെ ഇവർ നാഗേന്ദ്രന്റെ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങുകയാണ്. എന്നാൽ ആ അന്വേഷണത്തിൽ അവരെ കാത്തിരുന്നത് നടുക്കുന്ന വിവരങ്ങളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ വെച്ച് ഒരു സ്വർണ്ണ വ്യാപാരിയെ ചതിയിൽപ്പെടുത്തി അയാളുടെ സർവസ്വവും തകർത്ത നാഗേന്ദ്രന്റെ ക്രൂരതയുടെ കഥയാണ് അവർക്ക് മുന്നിൽ തെളിയുന്നത്. അന്ന് അവിടുന്ന് തട്ടിയെടുത്ത സ്വർണ്ണശേഖരം ഉള്ളതുകൊണ്ടാണ് പണിക്കൂലിയോ മറ്റു നികുതികളോ ഇല്ലാതെ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വിൽക്കാൻ ഇയാൾക്ക് സാധിക്കുന്നത്. മൂർത്തി മുത്തശ്ശനിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ശേഷം നേരെ ദുബായിലേക്കാണ് ഇയാൾ ചേക്കേറിയത്. അവിടെ വച്ചൊരു വലിയ ധനികനാണെന്ന വ്യാജേനയും അനന്തമൂർത്തിയുടെ പേരും പ്രശസ്തിയും ദുരുപയോഗം ചെയ്തും ആ സ്വർണ്ണ വ്യാപാരിയുടെ വിശ്വാസം നേടിയെടുത്തു. വളരെ തന്ത്രപരമായി ആ സ്വർണ്ണക്കടക്കാരനെ ചതിക്കുഴിയിൽ വീഴ്ത്തി അയാളുടെ ഉറ്റ സുഹൃത്തായി അഭിനയിച്ചായിരുന്നു നാഗേന്ദ്രന് തുടക്കം. നാഗേന്ദ്രന്റെ ക്രൂരതകൾ അവിടെയും അവസാനിച്ചില്ല. തന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് കണ്ട ആ സ്വർണ്ണ വ്യാപാരിയെ വളരെ തന്ത്രപരമായി തന്നെ അയാൾ ഒരു കള്ളക്കടത്ത് കേസിൽ കുടുക്കി ജയിലിലടച്ചു. ആ പാവം വ്യാപാരിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് നാഗേന്ദ്രൻ തന്നെയാണ്. വ്യാപാരി ജയിലിലായതോടെ അദ്ദേഹത്തിന്റെ കുടുംബം വഴിയാധാരമായി. ഈ തക്കം നോക്കി നാഗേന്ദ്രൻ അവരുടെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്തു. സ്വന്തം മകൾ അവന്തിക പോലും അച്ഛന്റെ ഈ അധർമ്മത്തിന് കൂട്ടുനിന്നത് അയാളുടെ പണം കണ്ടിട്ട് മാത്രമാണ്. അങ്ങനെ ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ കിരണും കല്യാണിയും ഒട്ടും വൈകാതെ തന്നെ വിവരം ആദർശിനെ അറിയിക്കുകയാണ്. ജ്വല്ലറിക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ അഭിയുടെ അച്ഛനാണെന്ന സത്യം കേട്ട് ആദർശ് സ്തബ്ധനായിപ്പോയി. ഇവിടെ നയനയാണെങ്കിൽ അനന്തപുരിയിലെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആദർശിനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ആദർശും നയനയും ഒരുമിച്ചാണ് പിന്നീട് കിരണിനെയും കല്യാണിയെയും കാണാൻ ബീച്ചിലെത്തുന്നത്. നയന കൂടെയുള്ളത് കണ്ട് കിരൺ അത്ഭുതപ്പെട്ടെങ്കിലും താൻ തടഞ്ഞിട്ടും നയന നിർബന്ധപൂർവ്വം വന്നതാണെന്ന് ആദർശ് അവനോട് പറയുന്നു. സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ കല്യാണി പിന്നെ ഗൗരവകരമായ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വന്ന കാര്യം വേഗം പറയാമെന്ന് കല്യാണി പറഞ്ഞത് കേട്ട് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിച്ചോ എന്ന ആകാംക്ഷയിലാണ് ആദർശ്. അങ്ങനെ ആ രഹസ്യങ്ങളെല്ലാം ആദർശിനോടും നയനയോടും അനാവരണം ചെയ്യുകയാണ് കിരണും കല്യാണിയും കൂടിയിട്ട്. കിരൺ തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ആദർശുമായിട്ട് പങ്കുവെക്കുകയാണ്. ആദർശേ, ഈ കിരൺ ഒരു കാര്യം അന്വേഷിക്കാൻ ഇറങ്ങിയാൽ അതിന്റെ അറ്റം കാണാതെ മടങ്ങില്ലെന്ന് നിനക്കറിയാലോ. നീ ഏൽപ്പിച്ച ദൗത്യം ഞാൻ കൃത്യമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം കിരൺ വെളിപ്പെടുത്തുകയാണ്. ജ്വല്ലറിയിലെ മാനേജറെ കുറിച്ചായിരുന്നു കിരൺ ആദ്യം പഠിച്ചത്. പുറമേ മാന്യനാണെന്ന് തോന്നുമെങ്കിലും അയാൾ ഒരു കൊടും ക്രിമിനലാണ്. സ്ത്രീവിരുദ്ധമായ പല കേസുകളിലും പെട്ട് കുറെ കാലം അഴികൾക്കുള്ളിലായ ചരിത്രമാണ് അയാളുടെ. ഇതെല്ലാം കേട്ട ആദർശ് വിശ്വസിക്കാനാവാതെ ചോദിക്കുകയാണ്, നീ പറയുന്നത് ആ മാനേജറെ കുറിച്ച് തന്നെയാണോ? അതെ ആദർശേ, അയാൾ നാം വിചാരിക്കുന്നത്ര ശുദ്ധനൊന്നുമല്ല. അതിലും വലിയൊരു സത്യം മറ്റൊന്നാണ്. ഈ മാനേജർ വെറും ഒരു കളിപ്പാവ് മാത്രമാണ്. ഇയാൾക്ക് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന യഥാർത്ഥ ഉടമ മറ്റൊരാളാണ്. ഇതൊക്കെ കേട്ട ആദർശും നയനയും ഒരുപോലെ അത്ഭുതപ്പെടുകയാണ്. തുടർന്ന് കിരൺ വ്യക്തമാക്കുകയാണ്, ആ ജ്വല്ലറിയുടെ സർവ്വസ്വാതന്ത്ര്യമുള്ള ഉടമ ആ മാനേജറാണെന്നാണല്ലോ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അയാൾ ഒന്നുമല്ല. ഉടമയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു കഥാപാത്രം മാത്രമാണ് അയാൾ. യഥാർത്ഥ വില്ലനെ ഉടനെ തന്നെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്നും അതിനുള്ള എല്ലാ കരുനീക്കങ്ങളും താൻ പൂർത്തിയാക്കി കഴിഞ്ഞെന്നും കിരൺ ഉറപ്പിച്ചു തന്നെ പറയുന്നു. ആ സമയം കല്യാണി നയനെ ആശ്വസിപ്പിക്കുകയാണ്. നയനെ, നീ ഇത് ആലോചിച്ച് സങ്കടപ്പെടരുത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണ്. നീ ഒരുപാട് ടെൻഷൻ അടിച്ചാൽ അത് നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നീ മനസ്സ് ശാന്തമാക്കി വെക്കുക. അറിഞ്ഞ വിവരങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് തിരക്കിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് കിരൺ പറഞ്ഞു. കുട്ടിയെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചാണ് വന്നതെന്നും അതിനാൽ ഉടൻ മടങ്ങണമെന്നും അവരറിയിക്കുന്നു. നിങ്ങൾ കുറച്ചു നേരം കൂടെ ഇവിടെ ചെലവഴിച്ചിട്ട് പതുക്കെ മടങ്ങിയാൽ മതി. പിന്നെ നയനെ, നിന്റെ ആരോഗ്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും കല്യാണിയെ വിളിക്കാൻ മടിക്കരുത്. ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് സ്നേഹപൂർവ്വം യാത്ര പറഞ്ഞ് കിരണും കല്യാണിയും അവിടെ നിന്ന് മടങ്ങി. അവര് പോയ ശേഷം ആദർശ് നയനയോട് ചോദിക്കുകയാണ്, ഇപ്പം നിനക്ക് അല്പം ആശ്വാസം തോന്നുന്നില്ലേ നയനെ? എന്നാൽ നയനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇല്ല ആദർശേട്ടാ, ഈ ചതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മുഖം പുറത്തു വരുന്നത് വരെ എനിക്ക് സമാധാനമില്ല. നയനയുടെ ആ വാക്കുകൾ കേട്ട് അത് ശരിയാണെന്ന് ആദർശനും തോന്നി. തുടർന്ന് ആദർശ്യനായ ശത്രുവിനെ കണ്ടെത്താനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഇനി താനുമെന്ന് ആദർശം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ നിഴല് പോലെ ആദർശേട്ടനെ പിന്തുടരുന്ന കണ്ണുകൾ ചുറ്റിലുമുണ്ടെന്നും കാലൊന്നിടറിയാൽ വലിയൊരു അപകടം കാത്തിരിക്കുന്നുണ്ടെന്നും നന്ദുവിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദു നേരിട്ട് രംഗത്തിറങ്ങുന്നതിന് പകരം കിരണിനെയും കല്യാണിയെയും ഈ ദൗത്യം ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറിയതും. തുടർന്ന് കൺസ്ട്രക്ഷൻ കമ്പനിയിലിരുന്ന് നന്ദു കിരണിനെ ഫോണിൽ വിളിക്കുകയാണ്. കിരണേട്ടാ,
ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ട്. മുംബൈ പോലീസുമായി ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ അവരുടെ പ്രതികരണം അത്ര നന്നായിരുന്നില്ല. കേസിൽ സഹകരിക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ലാത്തതുപോലെ തോന്നുന്നു. എന്നാൽ ഇത് കേട്ട് കിരൺ അല്പനേരം ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അവരൊഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം AN ജ്വല്ലറിക്കാരെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. നീ പേടിക്കണ്ട നന്ദു. എനിക്കും ആദർശിന് മുംബൈയിൽ ഒരു സുഹൃത്തുണ്ട്. അവൻ അവിടെ പോലീസ് ഓഫീസറാണ്. ഞാൻ അവനെ നേരിട്ട് വിളിച്ചോളാം. ഇനി അവന്റെ സഹായം കിട്ടിയില്ലെങ്കിലും അച്ഛനറിയാവുന്ന വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. സത്യം നമ്മൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് കിരൺ അങ്ങനെ ഉറപ്പ് കൊടുത്തെങ്കിലും ഫോൺ വെച്ചതിന് ശേഷം നന്ദുവിന്റെ മനസ്സാകെ പുകയുകയായിരുന്നു. ആദർശേട്ടനും ചേച്ചിക്കും വേണ്ടി എന്തെങ്കിലും വലിയ കാര്യം ചെയ്യണമെന്ന വാശി അവളിലുണ്ടായിരുന്നു. ആ ഗ്രീന ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. നിയമത്തിന് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് അവൾക്കുള്ള ശിക്ഷ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നൽകുമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് കേട്ടോ നന്ദു. അതേസമയം കിരണിന്റെ ഓഫീസിലേക്ക് ബിനീഷ് എന്നൊരാൾ കടന്നു വരികയാണ്. ഭാര്യ വൃന്ദയും ഉണ്ടായിരുന്നു. ബിനീഷിന്റെ കുടുംബത്തെ വലിയൊരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് കിരണും കല്യാണിയുമായിരുന്നു. ആ നന്ദി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ബിനീഷ് കിരണിനോട് വന്നിട്ട് പറയുകയാണ്, സർ, ഇതെന്റെ ഭാര്യ വൃന്ദയാണ്. ഇവളിപ്പോൾ AN ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫായി ജോലി ചെയ്യുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാറിനോട് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ പിന്നീട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ വൃന്ദ സംസാരിക്കുകയാണ്, സർ, ഞാൻ അവിടെ വെറും ഒരു തൂപ്പുകാരിയാണ്. ഒരു ദിവസം ഓഫീസ് വൃത്തിയാക്കുന്നതിനിടയിൽ അവിടുത്തെ മാനേജർ രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതൊരു വലിയ ചതിയുടെ കഥയായിരുന്നു. വൃന്ദ കേട്ട കാര്യങ്ങളെല്ലാം കിരണിനെ പിന്നെ അറിയിക്കുകയാണ്. അതെല്ലാം കേട്ട് കിരണും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ നാഗേന്ദ്രൻ എന്ന ഒരാളാണെന്നും അയാൾ തട്ടിപ്പിലൂടെയാണ് ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നതെന്നും മാനേജർ ആരോട് വിളിച്ചു പറയുകയായിരുന്നു. മൂർത്തി മുത്തശ്ശന്റെ സ്വത്തുക്കൾ പോലും കൈക്കലാക്കാൻ നാഗേന്ദ്രൻ പദ്ധതിയിടുന്നുണ്ടെന്ന് വൃന്ദ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം കിരൺ പറയുന്നുണ്ട് വൃന്ദയോട്, നീ തന്നത് വെറും ഒരു വിവരമല്ല വൃന്ദ, ഇതൊരു വലിയ തെളിവാണ്. ഇതിന് പകരമായി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അപ്പോ ബിനീഷും വൃന്ദയും കൂടെ പറയും, സാർ, ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട. പക്ഷേ ഈ വിവരം ഞങ്ങൾ നൽകിയതാണെന്ന് ആരും അറിയരുത്. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ട്. അവരുടെ സുരക്ഷ മാത്രമാണ് ഞങ്ങളുടെ പേടി. ഏതായാലും അവർക്ക് എല്ലാ സുരക്ഷയും വാഗ്ദാനം ചെയ്ത് കിരൺ അവരെ യാത്രയാക്കി. ബിനീഷും വൃന്ദയും പോയ ഉടനെ കിരൺ കല്യാണിയെ വിളിച്ചു. വിവരം അറിഞ്ഞപ്പോൾ കല്യാണിയും അത്ഭുതപ്പെട്ടു. കിരണേട്ട, അന്വേഷിച്ച വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ഇനി ആ നാഗേന്ദ്രൻ ആരാണെന്ന് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി, അല്ലേ? അപ്പൊ കിരൺ പറയുന്നുണ്ട്, അതിനൊരു വഴിയുണ്ട് കല്യാണി. നമുക്ക് മൂർത്തി മുത്തശ്ശനെ തന്നെ വിളിക്കാം. പഴയ കാര്യങ്ങളും ശത്രുക്കളെയും കുറിച്ച് മുത്തശ്ശന് നന്നായി അറിയാമായിരിക്കും. ആദർശനും മുത്തശ്ശനും പിണക്കത്തിലാണെന്ന് ലോകം കരുതിയാലും സത്യം അതല്ലല്ലോ. ഈ രഹസ്യം മുത്തശ്ശൻ വഴി തന്നെ നമുക്ക് അഴിച്ചെടുക്കാം. തുടർന്ന് ഒരു വലിയ സത്യത്തിന്റെ ചുരുളഴിക്കാൻ പോകുന്നതിന്റെ ആവേശത്തിൽ കിരൺ തന്റെ ഫോൺ എടുത്ത് മൂർത്തി മുത്തശ്ശന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മുത്തശ്ശന്റെ കോള് വന്നതും കിരൺ നേരെ കാര്യത്തിലേക്ക് കിടന്നു. മുത്തശ്ശൻ, ഈ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആളെ അറിയുമോ? പണ്ട് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്നു. അത് കേട്ടതും മുത്തശ്ശൻ എന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, നാഗേന്ദ്രനോ? അത് നമ്മുടെ ജലജയുടെ ഭർത്താവല്ലേടാ. അയാൾ പണ്ട് ദുബായിലേക്ക് പോയതാ. അല്ല, നീ എന്തിനാ പെട്ടെന്ന് അയാളെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്? അപ്പോഴാണ് കിരണിന് കാര്യം കത്തുന്നത്. നാഗേന്ദ്രൻ വേറെ ആരുമല്ല, അഭിയുടെയും അവന്തികയുടെയും അച്ഛനാണ്. AN ജ്വല്ലറിക്ക് പിന്നിൽ നിന്ന് കളിക്കുന്നത് ഈ നാഗേന്ദ്രൻ തന്നെയാണെന്ന് കിരണിന് ഏകദേശം ഉറപ്പായി. കിരൺ ഉടനെ തന്നെ ദുബായിലുള്ള തന്റെ ഫ്രണ്ടിനെ വിളിച്ച് അയാളെ കുറിച്ചൊന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. നാഗേന്ദ്രൻ അവിടെ സുമേഷ് എന്ന് പറയുന്ന ഒരു പാവം സ്വർണ്ണക്കടക്കാരനെ ചതിച്ച് അയാളുടെ സ്വത്തെല്ലാം അടിച്ചു മാറ്റി. അവിടെ ജയിലില് സ്ഥിരം അതിഥിയായിരുന്നു ഈ നാഗേന്ദ്രൻ എന്ന്. വിവരങ്ങളെല്ലാം കിട്ടിയ ഉടനെ കിരൺ ആദർശിന്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. നയനെയാണ് വാതിൽ തുറന്നത്. കിരൺ എന്നിട്ട് ഗൗരവത്തിൽ ആദർശനോട് പറയുകയാണ്, എടാ ആദർശേ, ഈ AN ജ്വല്ലറിക്ക് പിന്നിൽ അഭിയുടെ അച്ഛൻ നാഗേന്ദ്രനാണ്. അയാൾ ഒരു 1.5 തട്ടിപ്പുകാരനാണ്. വലിയൊരു ചതി നടത്തിയാണ് അയാൾ ഇത്രയും പണം ഉണ്ടാക്കിയത്. അതങ്ങോട്ട് കേൾക്കുന്നതും ആദർശും നയനെയും വിശ്വസിക്കാനാവാതെ പകച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് ഒരു കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. നോക്കുമ്പോഴോ അത് മൂർത്തി മുത്തശ്ശൻ. മുത്തശ്ശനെ കണ്ടതും നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. മുത്തശ്ശ, ആദർശേട്ടനോടുള്ള ദേഷ്യം മാറിയോ എന്ന് നയന ചോദിക്കുമ്പോൾ ആദർശ് അപ്പോഴാണ് ആ സത്യം വിളിച്ചു പറയുന്നത്. നയനെ, ഇതെല്ലാം ഒരു നാടകമായിരുന്നു. ശത്രുക്കളെ കൊടുക്കാൻ ഞാനും മുത്തശ്ശനും കൂടി പ്ലാൻ ചെയ്ത ഒരു ഡ്രാമ. കല്യാണി പോലും ഇത് അറിഞ്ഞിരുന്നില്ല. മുത്തശ്ശനും അത് കേട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് നയനയോടായിട്ട് പറയുകയാണ്, മോളെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നാഗേന്ദ്രൻ ഇപ്പൊ നാട്ടിലുണ്ടെന്ന് എനിക്ക് വിവരം കിട്ടി. പക്ഷേ അവൻ എവിടെ ഒളിച്ചിരുന്നാലും അരമണിക്കൂറിനുള്ളിൽ എന്റെ ആളുകൾ അവനെ പൊക്കും. എന്നെ വെല്ലുവിളിച്ചതിന് അവൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. ഏതായാലും താൻ വിരിച്ച വലയിൽ നാഗേന്ദ്രൻ തന്നെ വീഴാൻ പോവുകയാണെന്ന് ഉറപ്പായതോടെ ആദർശിനും കിരണിനും നയനയ്ക്കും കല്യാണിക്കും ഒക്കെ വലിയ ആശ്വാസമാവുകയാണ്. നാഗേന്ദ്രൻ ഒരു സാധാരണ ശത്രുവല്ല. ഒരു പാവം കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ പിച്ചി ചീന്തി അവരുടെ ചോരയും നീരും കുടിച്ചാണ് അയാൾ തന്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയത്. എന്നാൽ ആ പണം ഉപയോഗിച്ച് അയാൾ ഇപ്പോൾ മൂർത്തി ജ്വല്ലറി തകർക്കാൻ തന്ത്രങ്ങൾ മെനയുന്നു. ഈ നിർണായക ഘട്ടത്തിലാണ് ആദർശിന്റെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നത്. ആദർശേട്ടാ, ആ ഗ്രീനയെ നമ്മൾ ആദർശം അത് കേട്ട അത്ഭുതത്തോടെ, ഗ്രീനയെ പൊക്കിയെന്നു? എവിടെ വെച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഒളിച്ചു കഴിയുകയായിരുന്നു അവൾ. AN ജ്വല്ലറിയിലെ പ്രധാന കണ്ണികളിൽ ഒരാളായിരുന്നു അവൾ. ഫോണിലൂടെ മുത്തശ്ശിനെ ഉറക്ക വിളിച്ച് പറയുകയാണ് നന്ദുവിനോട്, നന്ദു, അവൾക്ക് അർഹിക്കുന്നത് തന്നെ നീ കൊടുക്കണം. എന്റെ ആദർശിന് ഉറക്കഗുളിക കൊടുത്ത് മഴയ്ക്ക് കിടത്തിയവളാണ് അവൾ. അവളുടെ കാരണത്തൊന്ന് പൊട്ടിക്കാൻ എനിക്ക് കൊതിയാവുന്നു. അപ്പൊ നന്ദു പറയുന്നുണ്ട്, മുത്തശ്ശൻ പേടിക്കണ്ട,
അവൾക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നന്ദു പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്ത് ഗ്രീനയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. നന്ദുവിന്റെ കൈച്ചൂടറിഞ്ഞ അവളുടെ മുഖത്ത് 5 വിരലുകൾ പതിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. നന്ദു ആണെങ്കിൽ നല്ല കലിപ്പിലാണല്ലോ. വിറച്ചേൽക്കുന്ന ഗ്രീനയുടെ നേരെ നോക്കി അവൾ ആഞ്ഞടിച്ചു. പറയടി, ആരാണ് നിന്റെ പിന്നിൽ നിന്ന് കളിപ്പിക്കുന്നത്? നിന്റെ ബോസ് ആരാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. ഗ്രീന കരഞ്ഞുകൊണ്ട് പറയാണ്, അയ്യോ മാഡം, സത്യമായിട്ട് എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ നന്ദു വിട്ടില്ല. അവൾ ഗ്രീനയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുഖത്തോട്ട് നോക്കി ആക്രോശിക്കുന്നു. മര്യാദയ്ക്ക് ചോദിക്കുമ്പോ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ തിളങ്ങുന്ന മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. അനന്തപുരിയിലെ എന്റെ ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ ഈ തൊപ്പി തെറിച്ചാലും വേണ്ടില്ല, നിന്നെക്കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചിരിക്കും. പറയടി. നന്ദുവിന്റെ ഈ ഭാവം കണ്ടപ്പോ ഗ്രീന ആകെ പേടിച്ചുപോയി. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കി അവൾ കിതച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ അടിക്കല്ല മാഡം, ഞാൻ പറയാം. അയാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ പേരെനിക്കറിയാം. നാഗേന്ദ്രൻ. ഗ്രീനയുടെ വായിൽ നിന്നും ആ പേര് പുറത്തു വന്നപ്പോൾ നന്ദുവിന് വലിയൊരു ആശ്വാസം തോന്നി. ഈ വിവരം അറിഞ്ഞതോടെ മുത്തശ്ശനും ആദർശ് ഒരുപോലെ ഞെട്ടി. നാഗേന്ദ്രൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അവർ ഉറപ്പിക്കുകയാണ്. ഉടനെ തന്നെ മുത്തശ്ശന്റെ ഫോണിലേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ വിളി വന്നു. നാഗേന്ദ്രൻ ഇപ്പോൾ ടൗണിലെ ഫാൻസി ഹോട്ടലിലുണ്ടെന്ന കൃത്യമായ വിവരം അവർക്ക് ലഭിക്കുന്നു. ആദർശെ, നീ വണ്ടി എടുക്കുക. ആ ചതിയന്റെ താവളം നമ്മൾ കണ്ടെത്തി. ഇനി ഒരു നിമിഷം പോലും കളയാനില്ല. അങ്ങനെ ആവേശത്തോടെ പറഞ്ഞിട്ട് മുത്തശ്ശൻ നയനെയും കല്യാണിയും സുരക്ഷിതമായി വീട്ടിലാക്കി ആദർശിനെയും കിരണിനെയും കൂട്ടി ഹോട്ടലിലേക്ക് തിരിച്ചു. അവരുടെ പിന്നാലെ നന്ദോ പോലീസുകാരൻ കുതിച്ചു. ഹോട്ടൽ റിസപ്ഷനിലെത്തി അവർ നാഗേന്ദ്രന്റെ റൂം നമ്പർ ചോദിച്ചെങ്കിലും സ്റ്റാഫ് ആദ്യം ഒഴിഞ്ഞു മാറി. എന്നാൽ നന്ദു തന്റെ സ്റ്റൈലിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതോടെ 308 നമ്പർ റൂമിലാണ് അയാളുള്ളതെന്ന് വ്യക്തമാകുന്നു. മൂർത്തി മുത്തശ്ശൻ മുമ്പിൽ നടന്നു. ആദർശൻ, കിരണും നന്ദുവും പിന്നാലെ. റൂമിന്റെ ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് നാഗേന്ദ്രൻ തന്നെയായിരുന്നു. മുത്തശ്ശനെ അവിടെ പ്രതീക്ഷിക്കാത്ത അയാളൊന്ന് ഞെട്ടി. മുത്തശ്ശൻ പറയുകയാണ് നാഗേന്ദ്രനോട്, എന്താടാ നാഗേന്ദ്ര, എന്നെ കണ്ടിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇത് കേൾക്കുന്ന നാഗേന്ദ്രൻ, താൻ എന്തിനാടോ എന്റെ റൂമിലേക്ക് അതിക്രമിച്ചു കയറുന്നത്? താനുമായിട്ടുള്ള ബന്ധം ഞാൻ പണ്ടേ അവസാനിപ്പിച്ചതാണ്. ഇങ്ങനെ അഹങ്കാരത്തോടെ പറഞ്ഞപ്പോ അത് കേട്ടത് മുത്തശ്ശന്റെ നിയന്ത്രണം വിട്ടു. നാഗേന്ദ്രന്റെ കാരണത്ത് നോക്കി ഒരു ഒറ്റയടി. എന്നെ താനെന്ന് വിളിക്കാൻ വളർന്നോടാ നീ എന്താ കരുതിയത്? ജ്വല്ലറിയുടെ മറവിൽ വിളിച്ചിരുന്നാൽ നിന്നെ ഞാൻ കണ്ടെത്താൻ വൈകുവന്നു. എന്തായാലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയെന്ന് അറിഞ്ഞതോടെ നാഗേന്ദ്രൻ ആകെ പതറിപ്പോന്നു. ഈ സമയം മുറിയിലുണ്ടായിരുന്ന അവന്തിക മുത്തശ്ശന്റെ ശബ്ദം കേട്ട് ഭയന്ന് വിറച്ചു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ അവന്തിക പിന്നെ ആരും കാണാത്ത ബാത്റൂമിലൊക്കെ കയറി ഒളിക്കുകയാണ്. നാഗേന്ദ്രൻ ഉണ്ടാക്കി വെച്ച കള്ളക്കളികളെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകരുന്നതാണ് പിന്നീട് അവിടെ കാണുന്നത്. പോലീസുകാരെ അത്ര നിസാരക്കാരായി കാണേണ്ട നാഗേന്ദ്ര, നിന്റെ കളി അവസാനിച്ചുവെന്ന് നന്ദു പറയുന്നത് കേട്ട് നാഗേന്ദ്രൻ അപ്പോഴും പരിഹാസത്തോടെ തിരിച്ചു പറയുകയാണ്, നന്ദു, നീ വെറും ഒരു പോലീസുകാരി മാത്രമല്ലല്ലോ, എന്റെ മകന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ. ആ പരിഗണനയെങ്കിലും എനിക്ക് തരണ്ടേ? ബന്ധങ്ങൾ പറയാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയുള്ളത്? മര്യാദയ്ക്ക് മാറി നിൽക്കണോ? ഇങ്ങനെയും അലറി പറഞ്ഞുകൊണ്ട് നന്ദു റൂമിൽ മറ്റാരോ കൂടെയുണ്ടെന്നുള്ള സംശയം കാരണം മുറികളിലെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. നാഗേന്ദ്രൻ ആവുന്നത്ര തടയാൻ ശ്രമിച്ചെങ്കിലും നന്ദു പിന്മാറിയില്ല. ബാത്റൂം ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുറക്കാത്തത് കാണുമ്പോൾ ഇത് പൊളിക്കാൻ നന്ദു ഉത്തരവിട്ടതും പേടിച്ച് വിറച്ചു പോയ അവന്തികയാണെങ്കിൽ പുറത്തേക്ക് വന്നു. അവന്തികയെ അവിടെ കണ്ടതും ആദർശ് ഞെട്ടിപ്പോവുകയാണ്. അവന്തികയെ, നീയോ? അപ്പൊ നമ്മുടെ വീട്ടിലെ രഹസ്യങ്ങൾ മുഴുവൻ ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തത് നീയായിരുന്നു അല്ലേ? മുത്തശ്ശനും ദേഷ്യം സഹിക്കാനായില്ല. അവന്തികയെ, നീയും ഇവനോടൊപ്പം ചേർന്ന് ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? അബിയെപ്പോലെ നീയും നന്ദി കെട്ടവളായി മാറിയല്ലോ. അവന്തികയാണെങ്കിൽ ഇതെല്ലാം കേട്ട് അത് പിന്നെ അച്ഛൻ വിളിച്ചപ്പോൾ വരാതിരിക്കാൻ പറ്റില്ലായിരുന്നു മുത്തശ്ശ എന്ന് വിക്കി പറയുന്നെങ്കിലും അച്ഛനോ മോഷ്ടിച്ചും ചതിച്ചും ഉണ്ടാക്കിയ പണം കണ്ടപ്പോൾ നിന്റെ കണ്ണ് മഞ്ഞളിച്ചു. ഇതിനാണോ നിന്നെ ഞങ്ങൾ സ്നേഹിച്ചത്? ഇതെല്ലാം കേട്ട് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വന്ന നാഗേന്ദ്രനും ന്യായീകരിക്കാൻ നോക്കിയ അവന്തികയ്ക്കും മുത്തശ്ശന്റെ കയ്യിൽ നിന്നും നല്ല ഒന്നാന്തരം പ്രഹരം തന്നെ കിട്ടി. ഇനി ബാക്കി കാര്യങ്ങൾ സ്റ്റേഷനിൽ വെച്ച് തീരുമാനിക്കാം. നാഗേന്ദ്ര, നീ തകർത്ത കുടുംബങ്ങൾക്ക് നീ ഉത്തരം പറയേണ്ടി വരും. അതും പറഞ്ഞ് നന്ദു നാഗേന്ദ്രനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയാണ്. അവന്തികയെ നോക്കി മുത്തശ്ശൻ വേദനയോടെ പറഞ്ഞു പോവുകയാണ്, നന്നാവില്ലെന്ന് ഉറപ്പുള്ള ചില ജന്മങ്ങളുണ്ട്. ഒരു പെൺകുട്ടിയായി പോയി. ഇല്ലെങ്കിൽ ഇതിലും കടുത്ത ശിക്ഷ ഞാൻ നിനക്ക് വാങ്ങിത്തരുമായിരുന്നു. നാഗേന്ദ്രൻ ഇനി പുറം ലോകം കാണരുത്. ഇവൻ നശിപ്പിച്ചവർക്കെല്ലാം നീതി ലഭിക്കണം. അങ്ങനെ എല്ലാം അവസാനിച്ചപ്പോൾ ആദർശനും കുടുംബത്തിനും വലിയൊരു ആശ്വാസമായി. അന്യായമായി നേടിയതൊന്നും അധികകാലം നിലനിൽക്കില്ലെന്ന സത്യം അവിടെ തെളിയിക്കപ്പെടുകയാണ്. ഒരു വലിയ ദുരന്തം ഒഴിവായ സന്തോഷത്തിൽ അവർ അനന്തപുരിയിലേക്ക് തിരിച്ചു. ആദർശിന്റെയും കിരണിന്റെയും ഒക്കെ മനസ്സിൽ വലിയൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസമായിരുന്നു. അനന്തപുരിയിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സമാധാനത്തിന്റെ ചിരി വിരിഞ്ഞു. എന്നാൽ മുത്തശ്ശൻ നേരെ പോയത് നന്ദുവിന്റെ അടുത്തേക്കായിരുന്നു. അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു, മോളെ നന്ദു, നീ ഒരു പോലീസുകാരിയാണെന്ന് ഇന്ന് നീ തെളിയിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ കുടുംബത്തിന്റെ കാവൽ മാലാകയാണ് നീയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആദർശാണെങ്കിലും നയനയോടായിട്ട് പറയുകയാണ്, നയനെ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി. സത്യം ജയിക്കുമെന്ന് നീ എപ്പോഴും പറയാറുള്ളത് ഇന്ന് ഞാൻ നേരിട്ട് കണ്ടു. പെട്ടെന്ന് കിരൺ ഒരു
നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മുത്തശ്ശ, ഇതിപ്പോ വലിയൊരു വിജയമല്ലേ? നാഗേന്ദ്രൻ തകർത്ത ആ പാവം സ്വർണ്ണപ്പണിക്കാരന്റെ കുടുംബത്തിന് നമ്മൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകണം. അതായിരിക്കണം നമ്മുടെ മൂർത്തി സിനിമയുടെ അടുത്ത ലക്ഷ്യമെന്ന് മുത്തശ്ശനും അത് സന്തോഷത്തോടെ സമ്മതിച്ചു. അന്ന് തന്നെ നാഗേന്ദ്രൻ തട്ടിയെടുത്ത സ്വത്തുക്കൾ ആ പാവം കുടുംബത്തിന് തിരികെ നൽകാനുള്ള നടപടികൾ അവർ ആരംഭിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അനന്തപുരിയിലെ പൂമുഖത്ത് എല്ലാവരും ഒത്തുകൂടി. കല്യാണിയും നന്ദുവും നയനയും ചേർന്ന് അവിടെ ഒരു വലിയ നിലവിളക്ക് കൊളുത്തി. ഇരുട്ടിനെ തുരത്തി വെളിച്ചം പടരുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ആദർശ് പറഞ്ഞു, ഇനി നമ്മുടെ ജീവിതത്തിൽ ചതിയുടെ നിഴൽ വീഴില്ല. ഇത് നമ്മുടെ പുതിയ തുടക്കമാണെന്ന്. ഒരു വശത്ത് നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ മറുവശത്ത് സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും കാര്യത്തിൽ അനന്തപുരി വീണ്ടും ഐശ്വര്യത്തോടെ പ്രകാശിച്ചു.